നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ സൈക്കോളജി. അപ്പം സോഷ്യോളജി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഭയങ്കര ജനറൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. സൊസൈറ്റീനെ പറ്റിയിട്ടുള്ള സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പക്ഷേ സൈക്കോളജി എന്ന് പറയുന്നത്, സോഷ്യോളജി മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്നതാണ്, സൈക്കോളജിയും മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്നതാണ്. പക്ഷേ രണ്ട് രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നുള്ളത്. അത് ഹ്യൂമണിൻ്റെ ബിഹേവിയറും അതേപോലെ തന്നെ സൊസൈറ്റിയിൽ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സോഷ്യോളജിയും സൈക്കോളജിയും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ സോഷ്യോളജി പഠിക്കുന്നത് സൊസൈറ്റി, സോഷ്യൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ്. അതേപോലെ തന്നെ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോഷ്യൽ ഫോംസും റിലേഷൻഷിപ്സും പ്രോസസ്സൊക്കെ. പക്ഷേ സൈക്കോളജി ബിഹേവിയർ, ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറും, അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറും, അതേപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സും, അതേപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷനും, അതേപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ പറ്റിയിട്ടൊക്കെയാണ് സൈക്കോളജി പഠിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻ്റർ ഡിപ്പെൻഡൻസ് നോക്കുന്ന സമയത്ത് സോഷ്യോളജി നമുക്ക്, അതായത് രണ്ടും തമ്മിൽ എന്താ ബന്ധം എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത്, രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളത് നോക്കുന്ന സമയത്ത് ഈ സോഷ്യോളജി ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റിയൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടും കൾച്ചറിനെ പറ്റിയിട്ടും ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഡാറ്റ സൈക്കോളജിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി സൈക്കോളജി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടി വെച്ചാൽ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറും അതേപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഇൻഫ്ലുവൻസും ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സൈക്കോളജിനകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്തുള്ള കോമൺ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്രൈം ഉണ്ട്, ജുവനൈൽ ഡെലിക്വൻസി ഉണ്ട്, സോഷ്യലൈസേഷൻ ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്, അതേപോലെ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഇനി ലാപ്പിയ എന്നുള്ള ഒരാൾ സോഷ്യോളജിനെ സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞു വെച്ചാൽ സോഷ്യൽ സൈക്കോളജി ബ്രിഡ്ജസ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. സോഷ്യോളജിയും സൈക്കോളജി തമ്മിലുള്ള കണക്ഷനാണെന്ത് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഡിഫറൻസ് നോക്കുന്ന സമയത്ത് സോഷ്യോളജി പഠിക്കുന്നത് സൊസൈറ്റീൻ്റെ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടും, പക്ഷേ സൈക്കോളജി പഠിക്കുന്നത് ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടും, അതേപോലെ തന്നെ അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ഇൻഡിവിജ്വൽ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഇനി സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഫോംസിൻ്റെ സ്ട്രക്ചേഴ്സിനെയാണ്, പക്ഷേ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് മെൻ്റൽ പ്രോസസ്സിനെയും ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെയാണ്. ഇനി സോഷ്യോളജിയിൽ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവും സൈക്കോളജിയിൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവുമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി സോഷ്യൽ എക്കണോമിക്സ് നോക്കുന്ന സമയത്ത് സോഷ്യൽ എക്കണോമിക്സ് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡിഫറൻസ് ഒക്കെ തന്നെയാണ് ഈ സോഷ്യോളജി എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരിക. കാരണം എക്കണോമിക്സ് പറഞ്ഞാൽ സോഷ്യോളജി ആയിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആദ്യം എന്താ പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ്, രണ്ടും ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫാണ് കാണുന്ന രീതിയിൽ പറയാം. രണ്ടാമത് എക്കണോമിക്സ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം. അത് വെൽത്തിനെയും അതേപോലെ തന്നെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസപ്ഷനൊക്കെയാണ് എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്കണോമിക് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യും. അതായത് ബാങ്ക്, ഫാക്ടറീസ്, മാർക്കറ്റിനെ പറ്റിയിട്ടൊക്കെ ഇത് പഠിക്കും. അതേപോലെ തന്നെ എക്കണോമിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടും, അതായത് ഈ റിസോഴ്സസിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റിയിട്ടും എക്കണോമിക്സ് പഠിക്കും. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അതിനകത്ത് നിന്നും കൂടെ പഠിക്കുന്നുണ്ട്, എക്കണോമിക്കൽ ഫാക്ടറിനെ പറ്റിയിട്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ചേഞ്ചിനെ പറ്റിയിട്ടും സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ഇനി ഇത് തമ്മിലുള്ള ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്താണെന്ന് നോക്കിയാൽ സോഷ്യോളജി എയ്ഡ്സ് എക്കണോമിക്സ് ബൈ സ്റ്റഡിങ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻഫ്ലുവൻസിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് സോഷ്യോളജി എക്കണോമിക്സിനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, അതായത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്ന സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇനി സോഷ്യോളജിക്ക് എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ എക്കണോമിക് ഫോഴ്സസ് എങ്ങനെയാണ് സോഷ്യൽ ലൈഫിന്, അതായത് നമ്മളിപ്പോൾ ഒരു കുറച്ച് പൈസയുള്ള ആൾക്കാർ എങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും, പൈസ ഇല്ലവർ നല്ല രീതിയിൽ ജീവിക്കും, പൈസ ഇല്ലാത്തവർ മോശമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഈ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് നോക്കുന്ന സമയത്ത് സോഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എക്കണോമിക് ചേഞ്ചസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ പറഞ്ഞിട്ടുണ്ട്, അത് സോഷ്യൽ ഫാക്ടർ, റിലീജിയൻ, എത്തിക്സ് പോലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു എക്കണോമിക് സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ചില ഭാഗങ്ങളിൽ ചില റിലീജിയനിലെ ആൾക്കാർ ഭയങ്കര റിച്ച് ആയിരിക്കും, അത് നേരെ ഓപ്പോസിറ്റ് റിലീജിയനിലെ ആൾക്കാർ ഭയങ്കര പുവറായിരിക്കും. അപ്പോൾ എക്കണോമിക് സിസ്റ്റം എങ്ങനെയാണ്
ഈ സോഷ്യൽ സിസ്റ്റമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇനി എക്കണോമിക് ഇൻ്റർപ്രിട്ടേഷൻ സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, അത് എക്കണോമിക് ഫോഴ്സസ് ശരിക്കും സോഷ്യൽ ചേഞ്ചസിനും സ്ട്രക്ചേഴ്സിനും ഡ്രൈവ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനകത്ത് വരുന്ന കോമൺ ടോപ്പിക്സ് നോക്കിയാൽ പോവർട്ടി ഉണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, ഓവർ പോപ്പുലേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ലേബർ റിലേഷൻഷിപ്സ് ഉണ്ട്, സോഷ്യോ എക്കണോമിക് റിഫോംസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് സോഷ്യോളജി എന്ന് പറയുന്നത് ഓൾ സോഷ്യൽ റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കും, എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക് റിലേഷൻഷിപ്സിനെ പറ്റി പഠിക്കും. സോഷ്യോളജി ജനറൽ സയൻസ് ആണ്, പക്ഷേ എക്കണോമിക്സ് സ്പെഷ്യലൈസ്ഡ് ആണ്. ഇനി ഇതിനകത്തൊരു ബ്രോഡർ ആയിട്ടുള്ള സ്കോപ്പാണുള്ളത്, പക്ഷേ ഇത് നാരോ ആയിട്ടുള്ള സ്കോപ്പാണുള്ളത്. അബ്സ്ട്രാക്റ്റും അതേപോലെ തന്നെ ലെസ് പ്രിസൈസും ആണ്, പക്ഷേ കോൺക്രീറ്റും പ്രിസൈസും ആണ് എക്കണോമിക്സ്. ഇനി റീസെൻ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ് സോഷ്യോളജി, പക്ഷേ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫീൽഡാണെന്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഏത് ഇതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറ്റും. അതിനകത്ത് എക്കണോമിക്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സൈക്കോളജി ആയാലും അങ്ങനെയുള്ള ടേംസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എഴുതാൻ വേണ്ടി പറ്റും.